കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു, യേശുവിന്റെ സമാധാനം വേണ്ട, ചെങ്കിസ് ഖാന്റെ യുദ്ധം മതി. റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കുന്നത് കാർമേഘമെന്ന യുദ്ധവിമാനം. അപ്പൊ മൂന്നാം ലോക മഹായുദ്ധം നടക്കുന്നത് ഇന്ത്യയിലാണോ ഇത് നടക്കുന്നേ? இந்த அருமையான செய்தி கேட்குற மக்களே, ഇന്ന് രാത്രി നിങ്ങൾ കേട്ടോണം. അമേരിക്ക ഇസ്രയേലും എല്ലാവരും ഗഗനமாக കേട്ടിരിക്കുന്നത്. അമേരിക്ക ഇസ്രയേലും ഇറാനെ അടിക്കാൻ പോയപ്പോൾ അവർ വിചാരിച്ചു ഫ്രാൻസ് ഞങ്ങളുടെ കൂട്ടത്തിൽ വരും, ബ്രിട്ടൻ ഞങ്ങളുടെ കൂട്ടത്തിൽ വരും, സ്പെയിൻ വരും, കാനഡ വരും, ആസ്ട്രേലിയ വരും. എൻ്റെ പാസ്റ്റർമാരെ ഒരു രാജ്യവും വന്നില്ല, കരമുയരുന്നില്ലല്ലോ. ഇതാ അവരെ പണമില്ല. ഫ്രാൻസിൽ ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞു ഞങ്ങളുടെ പൈസയിൽ അടിക്കാനായിട്ട്. ബ്രിട്ടൻ പറഞ്ഞു ഞങ്ങളുടെയിലും കാശില്ല. കാനഡയിലും പൈസയില്ല, ആസ്ട്രേലിയയിലും പൈസയില്ല. അതുകൊണ്ടിപ്പം ഇറാനും ഇസ്രയേലും കരയുന്നു. നിന്നെ മേയ്ക്കുന്നവരെ കൊടുങ്കാറ്റു മേയ്ക്കും അന്ത്യദിനത്തിലേക്ക്. ഈ ഇസ്രയേലിലെ കൂട്ടുകാരെല്ലാം കൈവിടും. അടുത്ത വാക്ക് അവർ വായിച്ചാട്ടെ. അടുത്ത വാക്ക് നിന്നെ മേയ്ക്കുന്നവരെ കൊടുങ്കാറ്റ്, കാറ്റേ മേയ്ക്കുന്നത്. വായിക്കാം സിസ്റ്റർ. അപ്പോതല്ലവോ ഉൻ എല്ലാ പൊല്ലാപ്പി നിമിത്തവും നീ പിന്നെ നിന്നെ മേയ്ക്കുന്നവർ കാറ്റ് മേയ്ക്കുക. അത് കഴിഞ്ഞ് വായിച്ചാട്ടെ. അപ്പോതല്ലവോ ഉൻ എല്ലാ പൊല്ലാപ്പി നിമിത്തവും. അതൊക്കെ മുന്നാടിയുള്ള വാക്യ സിസ്റ്റർ വായിച്ചാട്ടെ. മേപ്പരുകൾ എല്ലാരെയും കാറ്റ് അടിച്ചു കൊണ്ടുപോകും. കാറ്റ് നമ്മുടെ പുയലല്ല, സാമ്പത്തിക മാന്ദ്യം. അടുത്തത് നിന്റെ സിറൈപ്പെട്ടു പോവാர்கள். മതി, അവിടെ കേട്ടെ. നിന്റെ സ്നേഹിതന്മാർ പ്രവാസത്തിലേക്ക് പോകും. അരുമயான വാക്യം. ഇങ്ങ എല്ലാവരും ഗഹനമായി കേട്ടിരിക്കുന്നത്. പിള്ളേ സംസാരിക്കരുത്, നിങ്ങൾക്ക് നല്ല ചോക്ലേറ്റ് തരും, മിണ്ടായിരിക്കണം. സ്വോത്രം. എന്താ സംഭവം എന്നറിയാവും? നമ്മ കുഴിപിള്ളേ യമനേശ്വർ പാസ്റ്റർ ഇങ്ങ നല്ല വേല കൊടുക്കുന്നു. അപ്പോൾ ഒരു പയ്യൻ അവർ താൻ സൗദിയിൽ ഐസ്ക്രീം നല്ല കട இருக்குது. അപ്പോൾ ഒരു വർഷத்துக்கு ഒരു മാസം വരും. അപ്പോൾ യമനേശ്വർ പാസ്റ്റർ കേട്ടിരിക്കും, ബ്രദർ എത്ര നാൾ ലീവ് இருக்குது? പാസ്റ്റർ ഒരു മാസം ലീവ് இருக்குது, ഞാൻ തിരിച്ചു പോയത്. ഒരു നാൾ അവൻ ഇങ്ങ കുഴിപിള്ളേ വന്ന് ഒരു ആട്ടോ എടുത്ത്, ആട്ടോയ്ക്ക് പേരിട്ട് സിസ്റ്റർ വായിച്ചതുപോലെ പ്രവാസി ആട്ടോ. അങ്ങ് ഒരു നമ്മ കുഴിത്തർ റോഡിൽ ഒരു തട്ടുകട ഇട്ട്, പ്രവാസി തട്ടുകട, മനസ്സിലാകുന്നവർക്കായി ചിന്ന ഹോട്ടൽ. ഒരു മാസം കഴിഞ്ഞ് അവൻ പോകുന്നില്ല. അപ്പോൾ യമനേശ്വർ പാസ് ചോദിച്ചു, പിന്നെ ബ്രദർ ഇന്ന് സൗദിക്ക് പോകുന്നില്ലയോ? ഉടനെ ബ്രദർ കാണിച്ചു, അയ്യാ എൻ്റെ ഐസ്ക്രീം കടയും പാസ്പോർട്ടും എല്ലാം അറബി മേടിച്ചു. സന്തോഷമില്ലല്ലോ. ഞാൻ വന്നിപ്പോൾ ആട്ടോ വന്ന്, പ്രവാസി ആട്ടോ, തട്ടുകട പ്രവാസി. കരമുയരുന്നില്ലല്ലോ. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി ഇന്ന് നിന്നെ മേയ്ക്കുന്നവർ പ്രവാസത്തിലേക്ക് പോകും. ഇന്ന് ലോക രാജ്യങ്ങളെ വെല്ലുവിളിക്കുന്ന ഇസ്രായേൽ കരയുന്ന കാര്യം. അടുത്ത വാക്ക് നിൻ പൊല്ലാപ്പ്. വായിച്ചാട്ടെ. അടുത്ത വാക്ക് എല്ലാ പൊല്ലാപ്പി നിമിത്തം. നിന്റെ എല്ലാ ദുഷ്ടത നിമിത്തം. വായിച്ചാട്ടെ. നീ വെட்கப்பட்டு ലജ്ജയടൈവാ. നീ നിമിഷം കൊണ്ട് തകർന്നു പോകും ഇസ്രായേൽ. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അമേരിക്കൻ കൈവിടും, ഇസ്രായേലിനെ അമേരിക്കയൊക്കെ കൈവിടും. ഇപ്പൊ തന്നെ വലിയ പ്രശ്നമാ. അതുകൊണ്ടാ ലോകരാജ്യങ്ങൾ മുഴുവൻ വരുന്നത്. അങ്ങനെയെങ്കിൽ 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ റഷ്യയുടെ നേതൃത്വത്തിൽ ആരെ ആക്രമിക്കും? ഇസ്രയേലിനെ ആക്രമിക്കും. ഇതിന്റെ പേരാ ഉന്മൂലനാശം, മൂന്നാം ലോക മഹായുദ്ധം. ബൈബിൾ இருக்குது. ഏവരുമേ അരുമயான വചനം എടുക്കാം. എസക്കേൽ ദീർഘദർശി 38 அதிகாரம் வசனத்தை வாசிக்கிறது 15-16. എസക്കേൽ ദീർഘദർശി 38, 15, 16. റഷ്യയുടെ നേതൃത്വത്തിൽ അറബ് ലീഗ് മുഴുവനായി ഇസ്രയേലിനെ ആക്രമിക്കുമോ? വായിക്കാം. എസക്കേൽ 38, 15, 16. നീയും റഷ്യയുടെ കൂടെ കൂടിയ പടക്കൂട്ടങ്ങൾ. വായിക്കാം. വടദിശയിലുള്ള ഉൻ സ്ഥാനത്തിലിരുന്ന് വടക്ക് നിന്നതാ സൈബീരിയ വഴി റഷ്യ ഇറങ്ങി വരും. വടക്ക് നിന്നൊരു സ്ഥാനത്തിൽ ഇറങ്ങി. അവர்கள் பெரிய கூட்டமும். ദാണ്ടെ ഇതാ 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ. ചിന്ന കൂട്ടമല്ല. തമിഴ് ബൈബിൾ അരുമயான എടുത്ത് പെരിയ കൂട്ടം, ഒരു സൈന്യം, റാണസേനയുമായിരുന്നു. എല്ലാരും കുതിരകളിൽ മേൽ ഏറി വരുവാர்கள். എല്ലാ കുതിരകളിൽ മേൽ ഏറി വരും. അടുത്തത് നീ ദേശത്തെ കാർമേഘം പോൽ മൂട. ആന്റി അവിടെ നിർത്തിയാട്ടെ. കാർമേഘം. എല്ലാവരും ഗഗനമാ കേട്ടിരിക്കുന്നത്. വിജ്ഞാനം, സയൻസ്. അതിന്റെ പേര് കാർമേഘം. കാർമേഘം എന്താ? യുദ്ധവിമാനത്തെ കാണിക്കുന്നു. പ്ലെയിൻ. എല്ലാ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾ ഇത് കേട്ടോണം. എന്താ വിമാനം?
എയർ ഇന്ത്യക്ക് വെള്ള കളർ, എമിറേറ്റ്സിന് ചുവപ്പ് കളർ, ഇൻഡിഗോയ്ക്ക് നീല കളർ, ഗൾഫെയറിന് മഞ്ഞ കളർ, യെല്ലോ കളർ. എന്താ യുദ്ധവിമാനം? ഇന്ത്യൻ വ്യോമസേന യുദ്ധവിമാനം വെള്ളയല്ല, മേഘത്തിന്റെ കറുത്ത കളർ. നേവിയുടെ ഹെലികോപ്റ്റർ ചാര കളർ. അങ്ങനെയെങ്കിൽ അപ്പ അമ്മ തായെ തകർപ്പരെ ഇന്ന് കേൾക്കണം. എന്നാ വിമാനം കണ്ടുപിടിച്ച് പിള്ളേകൾ എവിടെ ഇരിക്കുന്നത്? യാർ വിമാനം കണ്ടുപിടിച്ചത്? തമിഴ്നാട്ടിലും പെട്രിക്കുലേഷൻ ടെസ്റ്റിന് വരും. 1903 അമേരിക്കയിൽ 2 സ്തംഭിമാർ, അവരുടെ പേരാ ഇർബിയിലും ഓർബിയിലും. അരിസോണയില വിമാനം കണ്ടുപിടിച്ചത് ആദ്യമായി. എന്നാൽ ഞങ്ങളുടെ ബൈബിളിനകത്ത് ഇന്നേക്ക് 2600 കൊല്ലം മുമ്പ് എസെക്കിയേൽ എഴുതി വെച്ചു, റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കുന്നത് കാർമേഘം എന്ന യുദ്ധവിമാനം കരമുയർത്തുന്നവർക്കായി. അപ്പച്ച അമ്മച്ചി പ്രസംഗിക്കുന്നവൻ മാറും, പ്രവാചകൻ വീട്, ഉപദേശി പട്ടുപോകും. എന്നാൽ ഞങ്ങളുടെ കരത്തിൽ തൂക്കിയിരിക്കുന്ന വചനത്തിക്ക് മാറ്റം വരാതെ ഇത് ഉയർത്തുന്നവൻ ഭാഗ്യവാൻ, ഇത് പ്രസംഗിക്കുന്നവൻ ഭാഗ്യവാൻ, ഇത് ഉയർത്തുന്നവന്റെ തലമുറ എന്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. ഇതാ ബൈബിൾ. കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ്, മൊബൈൽ പൊട്ടിത്തെറിക്കുന്നതൊക്കെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കരയും. എത്ര പ്രസംഗം കിടക്കുന്ന അന്ത്യകാലം. അങ്ങനെയെങ്കിൽ അടുത്തത് അവരെവിടത്തേക്ക് വരും? വായിച്ചാട്ടെ സിസ്റ്റർ. ദേശത്തെ കാർമേഘം പോൽ മൂട. ദേശത്തെ ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു കൊച്ചു രാജ്യമാ. തമിഴ്നാട്ടിൽ 24 ഡിസ്ട്രിക്ട്, ഇസ്രയേലിന് 6 ഡിസ്ട്രിക്റ്റേ ഉള്ളൂ. ടെല്ലവീവ്, ജെറുസലേം, അഷ്കലോൺ, അഷ്തോദ്, യാഫ, ഡിമോണ, 6 ഡിസ്ട്രിക്ട്. ഈ കൊച്ചു ദേശത്തേക്ക് 57 ഇസ്ലാമിക രാജ്യങ്ങളും, അത് കഴിഞ്ഞ് ചൈന, റഷ്യ, കൊറിയ, മാഗോഗ്, ഇവരെല്ലാം കൂടെ വരും. യഹൂദം വരയ്ക്കാൻ പോവുക. പരിഭ്രമ പാത്രം, ഭാരമുള്ള കല്ല്. അടുത്ത വാക്ക് വായിക്കാം. ജനമാകിയ ഇസ്രായേലുക്ക് വിരോധமாக എഴുമ്പി വരുവായി. ആ കരമുയർത്തിയാട്ട, എൻ ജനമാകുന്ന ഇസ്രായേലുക്ക് വിരോധമായി വരും. ഇസ്രായേല് നിൻ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. അങ്ങനെയെങ്കിൽ ഈ യുദ്ധം എവിടെ നടക്കും? കൃപാസന ദൈവമക്കൾ ഗഹനമാ കേട്ടിരിക്കണം. ഇന്ത്യയിലാണോ ഇത് നടക്കുന്നേ? ഇത് നടക്കുന്ന ജെറുസലേം. അവിടെ യുദ്ധം നടക്കുമോ? യോവേൽ ദീർഘദർശി 3-ാം അധികാരം അതിന്റെ 9-11 വാക്യങ്ങൾ. യോവേൽ ദീർഘദർശി 3-ാം അധികാരം 9-11 വാക്യങ്ങൾ. യോവേൽ ദീർഘദർശി 3-ാം അധികാരം 9-11 വാക്യങ്ങൾ. ഇதை புறஜாதிகளுக்குள்ளே கூறுங்கள். ഇത് പുറജാതികൾക്കുള്ളേ കൂറുങ്ങൾ. അടുത്തത് ആയത്തം பண்ணுங்கள். എല്ലാവരും ബൈബിൾ എടുത്താട്ടെ. യുദ്ധത്തിക്കുള്ള ആയപ്പടിൻ. അടുത്തത് പരാക്രമശാലികളെ எழுப்புங்கள். പരാക്രമശാലികൾ എഴുന്നേറ്റ് വരട്ടെ. അടുത്ത വാക്യം. വീരർ എല്ലാവരും ചേർന്ന് ഏറി വര കടവர்கள். എല്ലാവരും ചേർന്ന് വരട്ടെ. അടുത്തത് സകല ജാതികളെ, സകല ജാതികളും നിങ്ങൾ ചുറ്റിലും ഇருந்து ഏകമായി വന്ന് കൂടുங்கள். ഇസ്രായേലിന് ചുറ്റുമിരിക്കുന്ന സകല ജാതികളും, ഇസ്മായേൽ ഗോത്രങ്ങൾ മുഴുവൻ എഴുന്നേറ്റ് വരും. അടുത്തത് കർത്താവേ നീരും അങ്ങേ ഉമ്മുடைய പരാക്രമശാലികളെ ഇറങ്ങ பண்ணுவீராக. യുദ്ധ ദിവസത്തിൽ വീരന്മാരെ പോലെ പരാക്രമശാലികൾ ഇറങ്ങട്ടെ. അടുത്ത വാക്ക്. ജാതികൾ എഴുമ്പി യോസഫാത്തിൻ പള്ളത്താക്ക് വരുവാர்களாக. എല്ലാവരും ബൈബിളിരിക്കുന്ന ചെയ്തികൾ കേൾക്കണം. യഹോശാഫാത്ത് താഴ്വരയിൽ വരണം. അപ്പൊ 3-ാം ലോക മഹായുദ്ധം നടക്കുന്നത് ഇന്ത്യയിലല്ല, പാകിസ്ഥാനിലല്ല. യഹോശാഫാത്ത് താഴ്വര. യഹോശാഫാത്ത് താഴ്വര എവിടെ? ജെറുസലേമിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാ യഹോശാഫാത്ത് താഴ്വര. അങ്ങനെങ്കിൽ ബൈബിളുക്കുള്ള ഇത് പറഞ്ഞിട്ടുണ്ടോ? യഹോശാഫാത്ത് താഴ്വരയിൽ വെച്ച് ഒരന്തിമ യുദ്ധം നടക്കും. ബൈബിളുക്കുള്ള ഇത് കേട്ടിരിക്കുന്നോ? ലൂക്കോസിന്റെ സുവിശേഷം. ആന്റി എടുത്താട്ടെ. ലൂക്കോസ് 21-ാം അധികാരം 20-21 വാക്യങ്ങൾ. ലൂക്കോസ് 21 ലൂക്കോസ് അധികാരം 21 വചനം വാസിക്കരുത്. 20-21 വാക്യങ്ങൾ. സേനകളാൽ സൂഴപ്പെട്ടിരിപ്പதை നിങ്ങൾ കാണുമ്പോൾ, സൈന്യങ്ങൾ യെരൂശലേമിനെ വളഞ്ഞിരിക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ അതിന്റെ അഴിവ് സമീപമായിട്ടെന്ന് അറിയുക. അയ്യോ, നിങ്ങളുടെ ശൂന്യകാലം അടുത്തുപോയി. അടുത്ത വാക്ക്. അപ്പോഴത് യൂദയാവിൽ ഇരിക്കുന്നവர்கள் മലയിലേക്ക് ഓടിപ്പോകും. യഹൂദൻ മലയിലേക്ക് ഓടിപ്പോകുന്ന ഒരു കാലം. ഇന്ന് രാത്രി എല്ലാവരും കേൾക്കണം. ഇതാ യേശു പറഞ്ഞത്, യെരൂശലേമേ യെരൂശലേമേ, ഒരു കോഴി തന്റെ കുഞ്ഞിനെ ചിറകിൽ മറച്ച് കാക്കുന്നത് പോലെ കരമുയരുന്നില്ലല്ലോ. നിന്റെ മക്കളെ മറച്ചു കാക്കുക എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. നിനക്കോ മനസ്സായില്ല. നിനക്കോ മനസ്സാ തത്തളിൻ പാത്രം പരിഭ്രമമായി, ഭാരമുള്ള കല്ലായി. അതാ ബൈബിൾ ക്ലിയർ. ജാതികൾ അതിനെതിരെ വിരോധമായി കൂടി വരും. അയ്യാ, അപ്പച്ചാ, അമ്മച്ചി, തമ്പച്ചി, തങ്കച്ചി, തമ്പി കേക്ക്.
ഇന്ത്യയിൽ നിന്ന് ഇസ്രായേലിൽ ഒരു വിമാനം പോകണേ 5000 കിലോമീറ്റർ 5 മണിക്കൂർ എടുക്കും. ചെന്നൈയിൽ നിന്നായാലും തിരുവനന്തപുരത്ത് നിന്നായാലും. ഇന്ത്യയുടെ ഒരു വിമാനം അവിടെ ചെല്ലത്തില്ല. 9,500 കിലോമീറ്റർ ന്യൂയോർക്ക്, ഇസ്രായേൽ. ഇവരാരും അവനെ സഹായിക്കാൻ കാണത്തില്ല. ഈജിപ്റ്റ്, ജോർദാൻ, സിറിയ, ലബനോൻ, അറബ് രാജ്യങ്ങൾ, സൗദി അറേബ്യ, ഇതെല്ലാം അവന്റെ കൂടെ ചേരും. അതിൻ്റെ ഇടയ്ക്ക് 3 ആണവ ശക്തികൾ. തുർക്കിയുണ്ട്, തുർക്കി വരുന്നു. അതിനുശേഷം റഷ്യ, ചൈന, കൊറിയ. ഇവരുടെ വിമാനമെല്ലാം ഇസ്രായേലിന്റെ മണ്ടയ്ക്ക് കയറും. അവന്റെ അയൺഡോം അനങ്ങത്തില്ല, ഡേവിഡ് സ്ലിംഗ് അനങ്ങത്തില്ല, അവന്റെ ഹെലികോപ്റ്റർ അനങ്ങത്തില്ല, ഒന്നും അനങ്ങാൻ അവർ സമ്മതിക്കത്തില്ല. അന്ന് യഹൂദൻ ഒരു കാര്യം ചെയ്യും, അവന്റെ നിലവിളി ഉയരോ. വായിക്കാ സെക്കരിയ ദീർഘദർശി, വചനമെടുക്കുന്ന മക്കളെല്ലാം ഇത് കേൾക്കണം. അന്ത്യകാലം സെക്കരിയ ദീർഘദർശി 12-ാം അധികാരം 9, 10 വാക്യങ്ങൾ. യഹൂദന്റെ നിലവിളി ഉയരുമോ? സെക്കരിയ ദീർഘദർശി 12-ാം അധികാരം 9, 10 വാക്യങ്ങൾ, അരുമயான വാക്യങ്ങൾ വായിച്ചട്ടെ. எருசலேமுக்கு விரோதமாய் வருகிற எல்லா ஜாதிகளையும் அழிக்க பார்ப்பேன். അപ്പൊ ആർക്ക് വിരോധമായി വരുന്നത്? ജെറുസലേമുക്ക് വിരോധമായി. ജെറുസലേമിനെ പിടിച്ചടക്കാൻ അറബ് ലീഗ് എഴുന്നേറ്റ് വരും. ചൈനയും റഷ്യയും കൊറിയയും പിന്തുണ കൊടുക്കും. അടുത്തത് വായിക്കാം. ഞാൻ ദാവീദ് കുടുംബത്താരിൻ മേലും. ഇന്ന് യേശുവിനെ തള്ളി പറയുന്നു. യഹൂദന്റെ പരിപാടി എന്താ? യേശുവിനെ അവർ അംഗീകരിക്കുന്നില്ല. യേശുവിന്റെ കല്ലറ കാണിച്ച് കാശ് മേടിക്കുന്നു. യേശു സക്കായിയുടെ മരം കാണിക്കുന്നു, ഗലീല കടൽ കാണിക്കുന്നു. യേശുവിന്റെ അമ്മ മറിയാമ്മച്ചിയുടെ കല്ലറ വിറ്റെല്ലാം അവൻ കാശ് മേടിക്കുക. പക്ഷേ യേശുവിനെ വേണ്ട. കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു, യേശുവിന്റെ സമാധാനം വേണ്ട, ചെങ്കിസ് ഖാന്റെ യുദ്ധം മതി. മനസ്സിലാകുന്നവർക്കായി. അതങ്ങനെയെങ്കിൽ ഒരു സംഭവം നടക്കാൻ പോകുന്നു. അതിനു വേണ്ടിയാ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അവർ ദാവീദ് ഗൃഹത്തിലും ഇസ്രായേൽ ഗോത്രത്തിലും നിലവിളിയുടെ കാലമുയരും. അടുത്ത വാക്ക് വായിക്കാം. അപ്പോൾ അവർ താങ്കൾ കുത്തിനെ എന്നെ നോക്കി എല്ലാ അരുമയാണ് ദൈവ പിള്ളകളെ, നിങ്ങൾ ഈ വചനത്തെ കേൾക്കുന്നത് കിടക്കുന്നു. അവർ കുത്തിയവങ്കലേക്ക് നോക്കും. അടുത്തത്, ഒരുവൻ തൻ ഒരേ പേരാനവനുക്കാக പുലമ്പുന്നത് പോലെ തന്റെ ഏകജാതനെ ചൊല്ലി വിലപിക്കും. അവിടെ നിൽക്കട്ടെ. ആന്റി സെക്കരിയ 13:1 ഞാൻ പറയുമ്പോ എടുക്കണം. എല്ലാവരും കേട്ടിരിക്കുന്നത്. അവർ കുത്തിയവങ്കലേക്ക് നോക്ക്. അരുമயான ചെയ്തി കൂട്ടങ്ങൾ. പീലാത്തോവിൻ അരമന 2 കൂടുകൾ ഇരിക്കുന്നത്. 1 എന്റെ യേശു, 2 ബറബാസ്. പീലാത്തോസിൻ ഭാര്യ കത്ത് കൊടുത്തു, നിന്റെ മുൻപിൽ നിൽക്കുന്നവന്റെ കാര്യത്തെ തീരുമാനമെടുക്കരുത്. യഹൂദൻ പറഞ്ഞു, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വരട്ടെ. കരമുയർത്തുന്നവർക്കായി പീലാത്തോസ് യേശുവിനെ ഒരു പെറ്റിയടിച്ച് വിടാൻ പോന്നു. അവര് ശാപം മേടിച്ചു, ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും അവന്റെ രക്തം വരട്ടെ. കൽവാറി സിൽവായ് 2 കള്ളന്മാരുടെ തിരുടന്മാരുടെ നടുവിൽ യേശു കിടക്കുന്നു. എല്ലാവരും കേട്ടാട്ടെ. ഏലി ഏലി ലമ്മാ ശബത്താനി, എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന്. ബാശാൻ കൂറ്റന്മാർ എന്നെ വളഞ്ഞു, നായ്ക്കൾ എനിക്ക് ചുറ്റും ഓലിയിട്ടു, എന്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു. എനിക്ക് ദാഹിക്കുന്നു, കയ്പ് കാടിയും കണ്ടിവെണ്ണയും തന്നു, എന്റെ മുഖരോമങ്ങളെല്ലാം പിച്ചി ചീന്തി. അവൻ അപ്പാവ് സന്നിധിയിൽ പറഞ്ഞു, സകലത് നിവർത്തിയായി ടെറ്റലസ്റ്റായി കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. ഒരു സൈന്യാധിപൻ കുന്തമെടുത്തു, ഒരു പടയാളി എന്റെ യേശുവിന്റെ ചങ്കിനകത്ത് കുത്തി. 5.5 ലിറ്റർ രക്തവും വെള്ളവും ഒഴുകി. കരമുയർത്തുന്നവർക്കായി അവർ കുത്തിയവങ്കലേക്ക് നോക്കുന്ന ദിനം വരാറായി. തന്റെ ജനത്തെ ദൈവം കൈവിടുമോ? ഇസ്രായേലിൻ ദൈവം മയങ്ങുന്നവനും ഉറങ്ങുന്നവനുമല്ല. കരമുയരുന്നില്ലല്ലോ. അവർക്ക് വേണ്ടി ദൈവം വഴി തുറക്ക്. വായിക്കാം. സെക്കരിയ ദീർഘദർശി 13-ാം അധികാരം 1-ാമത് വചനം വായിക്കാം. അന്നാളി കൃപാസനക്കാർക്കല്ല, കേരളക്കാർക്കല്ല, തമിഴ്നാട്ടുകാർക്കല്ല, ഊളിയക്കാർക്കല്ല, യഹൂദനുക്ക് വേണ്ടി. വായിക്കാം. അന്നാളിൽ പാവത്തെയും അഴുക്കയും നീക്ക ദാവീദിൻ കുടുംബത്താർക്കും യെരുസലേമിൻ കുടികൾക്കും തിറക്കപ്പെട്ട ഒരു ഊറ്റ് ഉണ്ടായിരിക്കും. മതി സിസ്റ്ററെ, അവർക്ക് വേണ്ടി ഒരു ഉറവ തുറക്കും. ഇനി എല്ലാവരും കേൾക്കണം. ഇതാ എന്റെ പ്രസംഗത്തിന്റെ ഏറ്റവും വലിയ ഭാഗം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, കണ്ണുനീരിനെ മാനിക്കുന്ന ദൈവം. അതുകൊണ്ട് എൻ്റെ അരുമயான കൂട്ടത്തേക്ക് നമ്മ പാസ് പാടും. ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയരുളും എൻ വൻകിരിയിൽ, എൻ സഹായം ആകാശം ഭൂമി സൃഷ്ടിച്ച യഹോവയിങ്കൽ നിന്ന്. എല്ലാവരും കേൾക്കണം. நீங்க இங்க தமிழ்நாட்டு நம்ம மார்த்தாண்டவர் இருக்குது, குடித்தர இருக்குது, ககனமா கேட்டிருக்குது. அமைச்சி எந்தாங்க അവിടെ എല്ലാം ലാഭം ഇരിക്കുന്നത്, നല്ല പെരിയமான ലാഭം ഇരിക്കരുത്.
ഇപ്പൊ ദാണ്ട കൈയുടെ നഖം ടെസ്റ്റ് ചെയ്യും, മുടി ടെസ്റ്റ് ചെയ്യും, കിഡ്നി ടെസ്റ്റ് ചെയ്യും, ലിവർ ടെസ്റ്റ് ചെയ്യും, എല്ലാ അവയവങ്ങളും ടെസ്റ്റ് ചെയ്യും. ഇന്ന് രാത്രി நான் ஊழியம் நிறுத்தம். இங்க கிரேஸ் மெடிக்கல் காலேஜ், மூகாம்பிகை இருக்குது, சரஸ்வதி இருக்குது, ஐசக் ஹாஸ்பிட்டல் இருக்குது, இங்க பக்கம் எல்லாம் ஸ்கேன் யூனிட் இருக்குது, அங்க எல்லாம் ലാബ് இருக்குது. എങ്കയോ ലാബുക്ക് മുൻപിൽ ഒരു വാർത്ത എഴുതിയിട്ടുണ്ടോ? മനുഷ്യന്റെ കണ്ണുനീർ പരിശോധിക്കും. അങ്ങനെ ഒരു ലാബ് ഇരിക്കതാ? ഇല്ല. അങ്ങനെ ഒരു ലാബ് ഉണ്ട്. അതാ ഉയർത്തിടും ഞാൻ എൻ്റെ കൺകൾ തുണയരുളും വൻകിരിയിൽ. കരമുയർത്തുന്നവർക്കായി. ഇസ്രായേലിന്റെ ദൈവം മയങ്ങുന്നവനും ഉറങ്ങുന്നവനുമല്ല. ഇന്ന് രാത്രി ആഴ്ചയിൽ 7 ദിവസം അത് കഴിഞ്ഞ് 24 മണിക്കൂർ 365 ദിവസവും അത് വർക്ക് ചെയ്യും. അതാ ലോക്ക്ഡൗൺ ഇല്ലാത്തൊരു ലാബ്. അതൊക്കെ താൻ മലയാളത്തെ ഒരു പാട്ടുപാട്. ബഹുമാന്യനാം ആചാര്യനായി വാനിൽ അവൻ വാഴുകയാൽ. കരമുയരുന്നില്ലല്ലോ നമ്മുടെ കർത്തൻ വാനിൽ വാഴുകയാൽ. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം. എല്ലാവരും കേൾക്കണം. എന്താ? ഇന്ന് രാത്രി പഴയ നിയമത്തിൽ ഒരു വിമോചകൻ ഉണ്ടായിരുന്നു, മോശ. ഇന്നലെ ഞാൻ പറഞ്ഞു ഗഗനമാ ചെയ്ത് കേൾക്കരുത്. എന്താ മോശയുടെ കാലത്ത് പറവോന് പിടികിട്ടി ഒരു എബ്രായ പയ്യൻ 10 കുഞ്ഞുങ്ങളെ കൊല്ലും. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ നൈൽ നദിയിൽ എറിഞ്ഞു കൊല്ലാൻ പദ്ധതി. മോശയുടെ അമ്മയും പെങ്ങളും മോശയെ ഒളിപ്പിച്ചു വെച്ചു. കുഞ്ഞിച്ചിരി വളർന്നു. അവന്റെ കരച്ചിൽ കേൾക്കാൻ സാധ്യതയുണ്ട്. അമ്മയും പെങ്ങളും ഞാങ്ങണപ്പെട്ടകം പണിഞ്ഞു, പശയും കീലും തേച്ചു. മോശയ്ക്ക് നല്ല മുലപ്പാല് കൊടുത്തു. മോശ എവിടെ കൊണ്ടൊരുക്കി? നദിക്കകത്ത് കൊണ്ട്, നൈൽ നദിയിൽ. പെങ്ങൾ അവിടെ നിന്ന് കരയുക. അപ്പൊ തിരമാല, തേങ്ങാപട്ടണത്ത് തിരമാല അടിക്കുന്നത് പോലെ നൈൽ നദിയിൽ പെട്ടകം കുലുങ്ങാൻ തുടങ്ങി. പാല് കുടിച്ചുണർന്ന മോശ ഞെട്ടി. അവന്റെ മുൻപിൽ ഇരുട്ട. അവൻ കരയാൻ തുടങ്ങി. അമ്മച്ചി, സ്വർഗത്തിന്റെ ക്യാമറ എവിടെ ഇറങ്ങി? പറവോന്റെ കൊട്ടാരത്തിനകത്തിറങ്ങി. കരമുയർത്തുന്നവർക്കായി പറവോന്റെ പുത്രിയോട് പറഞ്ഞു, നീ കുളിക്കടവിൽ പോകണം. ഇതാണ് വാഗ്ദത്തം. ഇന്ന് രാത്രി എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? തമിഴ്നാടിൻ മുതലമച്ചർ മക്കൾ ഇങ്ങ തൃപ്പരപ്പിൽ ആറ്റി കുളിക്കാൻ വരുമോ? ഇന്ത്യൻ മുതലമച്ചർ മക്കൾ വരുമോ? കേരള മുഖ്യമന്ത്രിയുടെ മക്കൾ തൃപ്പരപ്പിൽ ആറ്റിൽ കുളിക്കാൻ വരുമോ? എന്നാൽ വാഗ്ദത്തമുള്ളവന്റെ നിലവിളി അന്തപുരത്തിനകത്തെത്തിയാൽ കൊട്ടാരത്തിനകത്തിരിക്കുന്നവനെ ഇന്ന് രാത്രി കൊട്ടാരത്തിനകത്തിരുന്ന് ആരെ കൊണ്ടുവരുവാൻ? പറവോന്റെ മകളെ കുളിക്കടവിൽ കൊണ്ടുവരുവാൻ വഴി തുറന്ന നല്ലവനായ ദൈവത്തെ നീ ആരാധിക്കുന്നത്. ഇന്ന് രാത്രി വചനം കേൾക്കണം. അമ്മച്ചേ, അപ്പച്ച, വചനം കേൾക്കണം. വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഒരു നൈൽ നദിക്ക് കഴിയത്തില്ല. വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഒരു പെട്ടകത്തിന് കഴിയത്തില്ല. വചനം മനസ്സിലാകുന്നവർക്കായി. എന്താ അതിന്റെ വിഷയമെന്നറിയാമോ? ഇന്ന് രാത്രി സ്വർഗത്തിന് മോശയെ പറ്റി ഒരു പദ്ധതിയുണ്ട്. 40 വർഷം പറവോന്റെ കൊട്ടാരത്തിനകത്ത് അവൻ കിടക്കണം. 40 വർഷം അമ്മായിയപ്പന്റെ ആടുകളെ മേയ്ക്കണം. 40 വർഷം ഇസ്രായേൽ ജനത്തെ വഴി നടത്തണം. ഒരു 120 വർഷം കഴിയുമ്പോൾ അവന്റെ മേൽ ഒരു കോൽ കിട്ടുമ്പോൾ അതിനെ അടിച്ച് ചെങ്കടലിൽ കൂടി നടക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ വാഗ്ദത്തമുള്ളവൻ തകരുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. കരമുയർത്തുന്നവർക്കായി. വാഗ്ദത്തമുള്ളവനെ തീർക്കുവാൻ ഒരു ക്യാൻസറിന് കഴിയത്തില്ല. വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഒരു ട്യൂമറിന് കഴിയത്തില്ല. വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഒരു ഹാർട്ട് അറ്റാക്കിന് കഴിയത്തില്ല. വചനം മനസ്സിലാകുന്നവർക്കായി. അപ്പ, അമ്മ, തായെ, തകർപ്പരെ, തമ്പി, തങ്കച്ചി, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നിന്റെ വീട്ടിനകത്ത് ഇറങ്ങുന്നത് വരെ വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഒരു പറവോന്യ ശക്തിക്കും കഴിയത്തില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി ഈ കൺവെൻഷൻ കൂട്ടത്തിൽ പറയണോ, ഒരമ്മ തന്റെ കുഞ്ഞിന് മുലപ്പാൽ കൊടുത്തിട്ട് ശമ്പളം മേടിച്ചത് ഞങ്ങളുടെ ബൈബിളിനകത്തുണ്ട്. മാസാമാസം മോശയ്ക്ക് മുലപ്പാൽ കൊടുത്തിട്ട് ശമ്പളം മേടിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. അതിൽ ഇങ്ങനെ പറയണം, മോശയേ വാഗ്ദത്തമുള്ള നിന്റെ പെട്ടകത്തെ കരങ്ങളിൽ വഹിക്കുക. അന്തപുരത്തിനകത്ത് പറവോന്റെ പുത്രി അയച്ചെങ്കിൽ ഇന്ന് രാത്രി അപ്പച്ചാമ്മച്ചി പറയണം, എന്റെ ദൈവം ആർക്കും കടക്കാരനല്ല. കരമുയർത്തുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ഇന്ന് രാത്രി നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി വഴി നടത്തുക കരുത്തുറ്റ ദൈവത്തെ നീ ആരാധിക്കുന്നത്. ഇന്ന് രാത്രി അമ്മച്ചി, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് പിണ്ടാകാരമായിരുന്നപ്പോൾ അവന്റെ കണ്ണ്
കണ്ണ് നിന്നെ ദർശിച്ചെങ്കിൽ, നിയമിക്കപ്പെട്ട നാളുകളിൽ നിനക്ക് വേണ്ടതെല്ലാം അവന്റെ പുസ്തകത്തിൽ എഴുതിയെങ്കിൽ, ഇന്ന് രാത്രി കുഴിവിള കേൾക്കട്ടെ. നീ ഇരിക്കുന്നത് അറിയുന്ന ദൈവ, നീ എഴുന്നേൽക്കുന്നത് അറിയുന്ന ദൈവ, നിന്റെ നടപ്പും കിടപ്പും അറിയുന്ന ദൈവ, ദൂരത്ത് നിന്ന് നിരൂപണങ്ങളെ ഗ്രഹിച്ചാക്കിയ ദൈവ. ആകാശത്ത് കയറിയാൽ അവന്റെ കരം എന്നെ തേടിയെത്തും. കരം ഉയർത്തുന്നവർക്ക് കീഴെ കിടക്ക വരിച്ചാൽ അവന്റെ കരം നിന്നെ തേടിയെത്ത്. അമ്മച്ചി വിളിച്ചു പറ, കന്യാകുമാരി മാവട്ടത്തിൽ ഭൂകമ്പം വരട്ടെ, നിന്റെ വീട് വീഴുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഇവിടെ സുനാമി വരട്ടെ, അപ്പച്ച വിളിച്ചു പറ, ഇയ്യോബിൻ ഭവനത്തെ വേലി കെട്ടി കാത്ത ദൈവ എന്നെ കാക്ക്. 2026 കരം ഉയർത്തുന്നവർക്ക് ഒരനർത്ഥം നിനക്ക് വരികയില്ല, ഒരു ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാല് കല്ലിന്മേൽ തട്ടിപ്പോകാതിരിപ്പാൻ ദൂതന്മാരോട് കൽപ്പിച്ചാക്കിയ ദൈവ, സിംഹത്തിന്മേലും ആണരിമേലും നീ ചവിട്ട്, പെരുമ്പാമ്പിനെ നീ മെതിച്ച് കളയും. ഇന്ന് രാത്രി കരം ഉയർത്തുന്നവർക്കായി ആണ്ടവരിൻ വല്ലമായി, ദേവൻ വല്ലമായി. നിന്റെ വശത്ത് 1000 പേര്, നിന്റെ വലതുവശത്ത് 10,000 പേര് വീട്. എന്നാൽ ഇന്ന് രാത്രി അതൊന്നും നിന്നോട് അടുത്ത് വരികയില്ല. ഇന്ന് രാത്രി കരം തട്ടി കർത്തർക്ക് മഹിമായി. ഇന്ന് രാത്രി വിളിച്ചു പറ, ബാലസിംഹങ്ങൾ വിര കിട്ടാതെ വിശന്നിരിക്കും, എന്നാൽ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. ഇന്ന് രാത്രി അപ്പച്ച അമ്മച്ചി, ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തും. അവൻ സ്തുതി എപ്പോഴും എന്ന അവന്മേലുണ്ട്. ഇന്ന് രാത്രി ഇസ്രയേലിന്റെ നിലവിളിക്ക് മുൻപിൽ എൻ്റെ കർത്താവിൻ്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടും. അതാ ഞങ്ങളുടെ പ്രസംഗം. വായിക്കുന്നു, കാന്തൻ കാൽ ഒലിവുമലയിൽ ചവിട്ടുമോ? സെക്കരിയ ദീർഘദർശി 14-ാം അധികാരം 4-5 വാക്യങ്ങൾ. ആൻറ്റി വായിക്കുന്ന വാക്യങ്ങൾ അരുമயான വാക്യങ്ങൾ. നിങ്ങൾ കൈകളിൽ തുണ്ട് പോട്ട് അല്ലെങ്കിൽ അത് എഴുതിയെടുക്കണം. സെക്കരിയ ദീർഘദർശി 14-4-5 വാക്യങ്ങൾ. അന്നാളിൽ അവരുടെ പാദങ്ങൾ கிழக்கே எருசலேமுக்கு எதிரே இருக்கிற ஒலிவமலையின் மேல் நிற்கும். ஒலிவுமலையில் மேல் இருக்கும். அடுத்தது, அப்பொழுது மகா பெரிய பள்ளத்தாக்கு உண்டாகும்படி ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി 2ആയി പിളരും. ലോകം കാണാൻ പോന്ന് ദൈവ പിള്ളകളെ, ഒരു നിമിഷം ഗഗനമാ ചിന്ത കൊടുത്തിരിക്കുന്നത്. യേശു ക്രിസ്തു അന്ത്യകാല പ്രഭാഷം, ഉലകത്തിൻ മുടിവും കടസിക്കാല ചെയ്തികളും മത്തി സുവിശേഷം 24 കൊടുത്തത് ഒലിവുമലയിൽ. അവൻ ശിഷ്യരെ കൈവച്ച് അനുഗ്രഹിച്ചത് ഉയരത്തിലേക്ക് പോയതും ഒലിവുമലയിൽ. ഇനി അവൻ തിരികെ വരുന്നതും ഒലിവുമലയിൽ. കരമുയരുന്നില്ലല്ലോ. കൃപാസനം ദൈവമക്കൾ നല്ല വചനത്തെ ഗഗനമായി കേട്ടിരിക്കണം. അങ്ങനെയെങ്കിൽ ഇന്ന് ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി 2ആയി പിളരും. ആൻറ്റി അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യണം, ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയെങ്കിൽ ഇന്ന് എല്ലാവരും ഗഗനമായി കേട്ടിരിക്കുന്നത് വിജ്ഞാനത്തെ കൊടുക്കുന്നത്. 2009 ഇസ്രയേലിൻ പ്രധാനമന്ത്രി ഏരിയൽ ഷാരോൺ, എല്ലാവരും കേട്ടാട്ട്. ഇന്ന് ഒലിവുമലയിൽ ഒരു റിസോർട്ട് ഇരിക്കുന്നത്. അപ്പച്ച അമ്മച്ചി മോളെ മോനെ കേട്ടോ, അതിൻ്റെ പേര് 7 ആർച്ച് റിസോർട്ട്. ഫ്രാൻസിലെ ഒരു വലിയ കമ്പനിയുണ്ട്, ഹോട്ടൽ ഹിൽട്ടൺ ഷെറാട്ടൺ. ചെന്നൈയിലും ഉണ്ട്, തിരുവനന്തപുരത്തും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. അവർ വന്ന് ഏരിയൽ ഷാരോണ് പറഞ്ഞു, സാർ 100 കൊല്ലം പാട്ടത്തേക്ക് ഞങ്ങൾക്ക് ഒരു പ്ലോട്ട് തരണം. ഏരിയൽ ഷാരോൺ ചോദിച്ചു, എന്തിനാ? ഞങ്ങൾക്ക് ഒരു റിസോർട്ട് പണിയാൻ. എല്ലാവരും ഗഗനമാ കേട്ടിരിക്കുന്നത്. 100 കൊല്ലം പാട്ടത്തിന് എഗ്രിമെൻ്റ് എഴുതി. നമ്മ ഇവിടെ കുഴിവിള, മേൽപ്പാല, മേൽപ്പുറം, അമ്പലക്കാല, മഞ്ഞാലിമൂട്, നിങ്ങൾ എവിടെ വേണേലും അരിമന ഒരു വീട് വെക്കുവാൻ നല്ല മെയ്സൺ, JCB, കട്ട, സിമെന്റ് ഇത് മാത്രം മതി വീട് വെക്കുവാൻ. അന്തമാതിരി കുടിത്തറ, മാർത്താണ്ഡം ഒരു പെരിയ ബിൽഡിംഗ് വെക്കണമെങ്കിൽ ഭൂമിക്ക് കീഴെ പൈലിംഗ് പില്ലർ കൊടുക്കണം. അപ്പോൾ പെരിയ റിസോർട്ട് ഗഗനമാ കേട്ടിരിക്കണം. അവരെന്താ ചെയ്തതെന്നറിയാമോ? ഹിൽട്ടൺ ഷെറാട്ടനും വന്ന് പൈലിംഗ് തുടങ്ങിയപ്പോൾ നോക്കിയപ്പോൾ ഭൂമിയുടെ അടി പിളർന്നിരിക്കുന്നു ഒലിവുമല. എല്ലാവരും ഗഗനമാ കേട്ടിരിക്കുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്തു? അവരൊരു കാര്യം ചെയ്തു, ഇതിൻ്റെ അടി ചെക്ക് ചെയ്യണം. അതിന് ലോകത്തിൽ ഇന്ന് ഭൂമിയുടെ അടി ചെക്ക് ചെയ്യുന്ന ഒരു കമ്പനിയുണ്ട്, മൈനിങ് ജിയോളജി. ആ കമ്പനിയുടെ പേര് ഹാൽക്രോ കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സ്. അവർ കൊണ്ടുവന്നൊരു ക്യാമറ ഇട്ടു. ഒരു ക്യാമറ ഇട്ടപ്പോൾ, ഒരു സ്ക്രീൻ വെച്ചപ്പോൾ ആ ഭൂമിയുടെ ഒലിവുമലയുടെ അടി ഭയങ്കര മുഴക്കം. ഗഗനമാ കേട്ടിരിക്കുന്നത്. നമ്മ ചർച്ചക്ക് വരുന്ന വഴി ദോൽ അവിടെ ഇരിക്കുന്നത്, നമ്മ മെയിൻ റോഡ് അവിടെ എബനേസർ പാസ്റ്റർ ക്യാമറ വെച്ചിരിക്കുന്നത്, ഒരു വയർ കൊടുത്തിരിക്കുന്നത്. പാസ്റ്റർ റൂമുക്കുള്ള ഒരു കൊച്ചു TV വച്ചാൽ ആ വയർ വഴി കാണാം യാർ അന്ത ചർച്ചക്ക് പുറത്ത് നിൽക്കുന്നത്. കരമുയരുന്നില്ലല്ലോ, ശ്രോത്രം. അതുപോലെ കാൽക്രോ കൺസൾട്ടിങ് ഒരു ക്യാമറ ഇട്ടപ്പോൾ ഭൂമിയുടെ അടി മുഴക്കം. അരുമயான ദൈവപിള്ളകളെ, എന്തിനീ മുഴക്കം? നമ്മുടെ മശിഹായുടെ കാൽ അവിടെ ചവിട്ടുവാൻ ഒലിവുമല ഒരുങ്ങി.
അവിടെ ഭൂമിയുടെ അടി മുഴക്കം. ഇങ്ക പെന്തക്കോസുകാർക്ക് കയ്യടിയേ ഇല്ല. സന്തോഷമില്ലല്ലോ, സ്വോത്രം മനസ്സിലാകുന്നവർക്കായി. അതൊക്കെ താൻ നമ്മ പാട്ടുകാർ ഇവിടെ പാടത്തില്ലേ, ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു പ്രാണപ്രിയൻ വരവിനായി. സന്തോഷമില്ലല്ലോ. മുന്നാടി നല്ല പാട്ട്, കടലിൻ മുഴക്കം കേൾക്കുന്നു പ്രാക്കളെ പോലെ നാം പറന്നിടുമേ, ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു പ്രാണപ്രിയൻ വരവിനായി. സന്തോഷമില്ലല്ലോ, സ്വോത്രം. അതൊക്കെ പണ്ടത്തെ പാട്ടുകൾ, എന്തിനല്ല പാട്ട്, അപ്പച്ചന്മാർ പാടിയ പാട്ടുകൾ. അങ്ങനെയെങ്കിൽ അവൻ കാൽ ഒലിവുമലയിൽ ചവിട്ടും, 6000 കിലോമീറ്റർ ഭൂമി പിളരും, ഭൂകമ്പം. അതാ ലോകത്തിൽ വരാൻ പോകുന്നത്. അടുത്ത വാക്ക് സിസ്റ്റർ വായിച്ചാട്ടെ. അപ്പോഴത് എൻ മലകളിൻ പള്ളത്താക്ക് വഴിയായി ഓടിപ്പോവീர்கள். അതാ മലകളായിട്ട് ഓടിപ്പോകുന്നത്. അടുത്തത് മലകളിൻ പള്ളത്താക്ക് ആസാൽ മട്ടും പോകും. മതി, ആസാൽ എവിടാ? ഇന്നത്തെ ആഫ്രിക്കയിലെ മൊസാംബിക്ക് വരെ. പാഷന്മാര് കേട്ടാട്ടെ, 6000 കിലോമീറ്റർ ഭൂമി പിളരുമെന്ന്. സ്വോത്രം. അന്ത്യ സംഭവങ്ങൾ ലോകത്തിൽ വരുന്നു. 6000 കിലോമീറ്റർ earthquake is done by. The starting point is Iraq, the end point is South Africa, ASL. 6000 കിലോമീറ്റർ ഭൂമി പിളരും. അതുകൊണ്ട് ആ ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഒരു ഭൂകമ്പം ഉണ്ടാകുമോ? സന്തോഷമില്ലല്ലോ. ഒരു ഭൂകമ്പം ഉണ്ടാവുമോ? അതിന് മുമ്പ് നമ്മൾ ഇവിടുന്ന് വണ്ടി കയറണം. സന്തോഷമില്ലല്ലോ. ഭൂകമ്പത്തിൽ ഇവിടെ നിൽക്കണോ പോണോ എന്ന് ഇപ്പം പറഞ്ഞുതരാം. സ്വോത്ര. നാളെ ഞാനില്ല, അതുകൊണ്ട് പറയാം. അങ്ങനെയെങ്കിൽ വലിയ ഭൂകമ്പം, പെരിയ ഭൂകമ്പം. എസക്കേൽ ദീർഘദർശി അധികാരം 38 വചനം വാസിക്കരുത്. ആൻറ്റി വായിച്ച് സഹിച്ചേട്ടെ. 19-20 എസക്കേൽ ദീർഘദർശി അധികാരം 38, 19-20. തമിഴ് ബൈബിൾ നല്ല ക്ലിയർ ആയിരിക്കും, അത് കേട്ടോണം. എസക്കേൽ 38, 19-20. കൊച്ചിയും അന്നാളിലെ ഇസ്രായേൽ ദേശത്തിലെ പെരിയ അതിർച്ചി ഉണ്ടാകി. അവിടെ നിൽക്കട്ടെ, കരം ഉയർത്തിയാട്ടെ. ഇവിടെ അല്ല, ഇസ്രായേൽ. തമിഴ് ബൈബിൾ ക്ലിയറാ. ഇസ്രായേൽ ദേശത്ത് ഒരു വലിയ ഭൂകമ്പം. അതിനുമ്പിട്ട് അക്കരെ നാട്ടിൽ കയറിക്കോണം. ബാക്കിയും കൂടെ പറഞ്ഞുതരാം. അന്ന് എന്തൊക്കെ സംഭവിക്കും? ആന്റി വായിച്ചാട്ടെ. പ്രസന്നത്തിനാൽ സമുദ്രത്ത് മച്ചങ്ങളും. അവിടെ നിൽക്കട്ടെ, അവിടെ നിൽക്കട്ടെ. ആന്റി ഓടിപ്പോവല്. സമുദ്രത്തിലെ മത്സ്യം, തേങ്ങാപ്പട്ടണത്ത് കുളച്ചിലും കിട്ടുന്ന ചാള അയിലേ അല്ല, സമുദ്രത്തിലെ മത്സ്യമാ. കപ്പൽ പട മുഴുവൻ തകരും. 6000 കിലോമീറ്റർ ഭൂകമ്പം, സകല കപ്പലും തകരും. അടുത്തത് ആകാശത്തെ പറവകളും. ആകാശത്തെ പറവകള്. നില്ല്, സ്പീഡിൽ പോണ്ട. ആകാശത്തിന്റെ പറവ കഴുകനും പരുന്തുമല്ല, സകല വിമാനങ്ങളും ഭൂകമ്പത്തിനകത്ത് താഴെ വീണു പോവും. മനസ്സിലാകുന്നവർക്കായി. റഡാർ പോവും, കൺട്രോൾ പോവും, എല്ലാം താഴെ വീഴും. താഴെ നിന്ന് നിയന്ത്രിക്കാൻ ആളില്ല. വിമാനത്തിന്റെ ഇന്ധനം തീരും. റൺവേ ഇറങ്ങാൻ പറ്റത്തില്ല. ഭൂകമ്പം. തേങ്ങാപട്ടണത്ത് ഭൂകമ്പം. നിങ്ങൾ മനസ്സിലാക്കാം. അങ്ങനെയെങ്കിൽ ചെന്നൈയിൽ ഇറങ്ങത്തില്ല, ട്രിച്ചിയിൽ ഇറങ്ങത്തില്ല, ഇവിടെ ഒന്നും ഇറങ്ങത്തില്ല. പിന്നെ തിരുവനന്തപുരത്ത് ഇറങ്ങത്തില്ല, കൊച്ചിയിൽ ഇറങ്ങത്തില്ല. റൺവേ പോയി. വിമാനത്തിൽ കൂടുതൽ എണ്ണയില്ല, താഴെ വീണ് കത്തും. ആകാശത്തിലെ പറവ. അടുത്തത് വെളിയിൻ മൃഗങ്ങളും. ആ കാട്ടുമൃഗങ്ങൾ, തീവ്രവാദികൾ. ഇന്ന് IS ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് അൽഖയ്ദയുണ്ട്, അത് കഴിഞ്ഞിട്ട് ആന്ധ്രയിൽ നക്സലൈറ്റ്, മാവോയിസ്റ്റ്. ഇവരെല്ലാം കാട്ടി ഭൂകമ്പം ഉണ്ടായാൽ പുറത്തേക്ക് ഇറങ്ങി വരും. അഥവാ കാട്ടുമൃഗങ്ങൾ. അടുത്തത് കാട്ടുമൃഗങ്ങൾ. അടുത്തത് സകല പ്രാണികളും. നിലത്തിഴയുന്ന പാമ്പല്ല, ചേരയല്ല, അണലിയല്ല, നിലത്തിഴയുന്ന കരപ്പട്ടാളക്കാർ മുഴുവൻ കടങ്ങിനകത്ത് വീഴും. ഈ ദിവസത്തെ ബൈബിൾ പറയുന്നു. അതാ TPM ഇങ്ങ പക്കം TPM ഇരിക്കുന്നത്, കൃപാസനം ഇരിക്കുന്നത്. അവരിങ്ങനെ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്. കുഞ്ഞാടിന്റെ കോപ ദിവസം, കരമുയർത്തുന്നവർക്കായി ആട്ടിൻകുട്ടിയും കോപ ദിവസം. ഇന്ന് രാത്രി വരാനിരിക്കുന്ന കഷ്ടത്തിൽ നിൽക്കണോ? യേശുവിന്റെ വരവിൽ പോകണമോ? അങ്ങനെയെങ്കിൽ ഈ ദിവസത്തെ എൻ്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതിന് മുമ്പ് ഒരു സംഭവം ഇവിടെ നടക്കാൻ പോകും, അതിനു വേണ്ടിയ പ്രസംഗം. ഈ ദിവസത്തെ കണ്ടിട്ട് യേശുപ്പച്ചൻ പറഞ്ഞൊരു വാക്യം ശൗരി വായിക്കണം. യോഹന്നാൻ സുവിശേഷം പിന്നെ 9-ാം അധികാരം 4-ാമത്തെ വചനം. യോഹന്നാൻ സുവിശേഷം 9-ാം അധികാരം 4-ാമത്തെ വചനം. പകൽക്കാലം ഇരിക്കും മറ്റും ഞാൻ എന്നെ അനുപ്പിനവരുടെ ക്രിയകളെ ചെയ്യ വേണ്ടും. ഇന്ന് രാത്രി അതാ യോഹന്നാൻ പറഞ്ഞ്, എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടാകുന്നു. അടുത്ത വാക്കേതാ? ഒരുവനും ക്രിയ ചെയ്യക്കൂടാതെ രാക്കാലം വരുகிறது. കരമുയർത്തുന്നവർക്കായി ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. ഇസ്രായേലേ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. നാളെ ഞാൻ മറ്റുമില്ല. ഇന്ന് രാത്രി 4-5 കാര്യങ്ങൾ. സമയമായില്ല, പാട്ടും പാടാം.
അത് കാണിക്കൊക്കെ എടുക്കാറുണ്ട്. ഇതില് ഇന്ന് രാത്രി എന്താ സംഭവം എന്നറിയാമോ? നിങ്ങൾ മനസ്സിലാക്കണം, ഈ വർഷം കൃപാസന മക്കൾ, മറ്റ് സഭയിൽ നിന്ന് വന്ന മക്കൾ ഒരു വ്യക്തിയോടെങ്കിലും യേശു രക്ഷകൻ എന്ന് പറയണം. കരം ഉയരുന്നില്ലല്ലോ. പെന്തക്കോസ് മറ്റും വരാതെ മോനെ മോളെ പഠിക്കുന്ന മക്കളെ നല്ല കുഞ്ഞുങ്ങളെ ഒരു വ്യക്തിയോടെങ്കിലും പറയണം, യേശോപ്പച്ചന ഞങ്ങളെ രക്ഷിച്ചത്, ഇന്ന് വരെ ഞങ്ങളെ നടത്തിയത് യേശോപ്പച്ചന. അതുകൊണ്ടാ പറഞ്ഞത്, എന്നെ അയച്ചവൻ പ്രവൃത്തി പകലുള്ളിടത്തോളം ചെയ്യേണ്ടതോ. യേശു പറഞ്ഞു, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. എന്നാൽ ഇന്ന് രാത്രി കൃപാസന ദൈവസഭയോട് ആ രാത്രി ഇവിടെ വെളിപ്പെടുന്നതിന് മുമ്പ് നീതി സൂര്യൻ രോഗോപശാന്തിയോട് മധ്യാകാശത്തിൽ ഉദിച്ചുയരും. തൊഴുത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന പശുക്കിടാങ്ങളെ പോലെ പ്രിയന്റെ വരവിൽ നാം ചേർക്കപ്പെടാൻ കാലമായി. പ്രസംഗത്തിന്റെ കടശി ഭാഗം കേൾക്കണം, സൗരങ്ങൾ കേൾക്കണം, നെഞ്ചുകീറി പ്രസംഗിക്കാം. എന്താ അതിന്റെ പ്രത്യേകത? 1, ഇസ്രയേലിന് നേരെ സൈന്യങ്ങൾ. 2, റഷ്യയുടെ നേതൃത്വത്തിൽ വിമാനങ്ങൾ. 3, യഹൂദന്റെ നിലവിളി ഉയരും. 4, യേശുവിന്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടും. 5, ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി പിളരും. 6, ഒരു വലിയ ഭൂകമ്പം ഇസ്രായേൽ ദേശത്ത്. 6 സംഭവം ഇസ്രായേൽ ദേശത്ത് നടക്കും. ആ ഭൂകമ്പം അവിടെ ഉണ്ടാകുന്നതിന് മുമ്പ് ഇവിടെ ഒരു ശബ്ദം മധ്യാകാശത്തിൽ കേൾക്കും. കരമുയരുന്നില്ലല്ലോ. അതിന്റെ പേരാ കർത്താവ് തൻ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടിരിക്കുന്ന നാം അവനെ എതിരേൽപ്പാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടാറായി. കൃപാസനമേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. സോദോമിനെയും ഗോമറയെയും ഒരു കവിൾപ്പ് നടത്തിയതുപോലെ നിങ്ങളുടെ ഇടയിൽ ഒരു ഉന്മൂലനാശം നടത്തി. കത്തുന്ന തീ അഗ്നിക്കുള്ള വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളി പോലെയായിരുന്നു ഇസ്രായേല്. എങ്കിലും നീ എൻ്റെ വാക്കനുസരിച്ചില്ല. അതുകൊണ്ട് ഇസ്രായേല്, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഇസ്രയേലിനെതിരെ ഒരു 3-ാം ലോകമഹായുദ്ധം ഇവിടെ ആരംഭിക്കുന്നതിന് മുമ്പ് ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. നമുക്ക് ഇവിടെ വീടുണ്ടോ? മേളി വീടുണ്ടോ? വായിക്കാം. യോഹന്നാൻ 14:1, 2, 3. എല്ലാവരും കേൾക്കാം. യോഹന്നാൻ 14:1, 2, 3. എല്ലാവരും ഈ വാക്യം നിങ്ങളുടെ ഹൃദയം കലങ്കാതിരിപ്പാൻ ദൈവത്തിൽ വിശ്വാസമായിരുങ്ങൾ. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിടത്തിലും വിശ്വാസമായിരുങ്ങൾ. എന്നിടത്തിലും വിശ്വസിപ്പീൻ. എൻ പിതാവിൻ വീട്ടിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട്. എൻ പിതാ വീട്ടുക്കുള്ള അനേക വാസസ്ഥലമുണ്ട്. അടുത്തത്, அப்படி இல்லாதிருந்தால் நான் உங்களுக்கு சொல்லி இருப்பேன். அப்படி இல்லைங்க ഞാൻ നിങ്ങളോട് சொல்ல കൂടാതെ. അടുത്ത വാക്ക്, ഒരു സ്ഥലത്തെ ഉങ്ങൾക്കാக ஆயத்தம் பண்ண போகிறேன். ഞാൻ നിങ്ങൾക്ക് വീടൊരുക്കുവാൻ പോകുന്നു. അടുത്തത്, நான் போய் உங்களுக்காக സ്ഥലത്തെ ആയത്തം பண்ணின பின்பு, സ്ഥലത്തെ ആയത്തപ്പെടുത്തിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്തിലെ നിങ്ങളും ഇരിക്കുംപടി ഞാൻ മറുപടി വന്ന് ഉങ്ങളെ എന്നിടത്തിൽ ചേർത്തുകൊള്ളുവേൻ. കരമുയർത്തുന്നവർക്കായി ഞാൻ ഇരിക്കുന്ന ഇടത്ത് മടങ്ങി വന്ന് നിങ്ങളെ ചേർത്തുള്ളൂ. ഇതാ പ്രസംഗം. എല്ലാവരും കേട്ടോണോ. ഇന്ന് രാത്രി കുടിവിളക്കാര്, എല്ലാ നാട്ടുകാരും കേട്ടോ. ഉലകത്തിലെ മഹാന്മാരെല്ലാം കല്ലറയിൽ. രാജീവ് ഗാന്ധി, ഇന്ദിരാജി, ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി രാജ്ഘട്ടിലെ കല്ലറയിൽ. കാർൽ മാർക്സും ഏംഗൽസും ബ്രിട്ടനിൽ കിടക്കുന്നു. അതിനുശേഷം ലെനിനും സ്റ്റാലിനും എവിടെ കിടക്കുന്നു? റഷ്യയിലെ ക്രെംലിൻ കൊട്ടാരത്തിൽ. എന്നാൽ ഇന്ന് രാത്രി നാട്ടുകാരോട്, വീട്ടുകാരോട് ഞങ്ങൾക്ക് പറയാനുണ്ട്, പടിഞ്ഞാറെ പലസ്തീനിലെ ചെരുവിൽ അരിമത്തേക്കാരനായ യോസഫ് കല്ലറ തുറന്നു കിടക്കുന്നു. അവിടെ 26 കൈയെഴുത്ത് പൊട്ടിയിരിക്കുന്നു. അവൻ ഇവിടെ ഇല്ല. മരിച്ചവരിൽ ആദ്യ ഫലക്കറ്റിയായി ഉയർത്തെഴുന്നേറ്റ് കരമുയർത്തുന്നവർക്കായി. അങ്ങനെയെങ്കിൽ ഇനി അവൻ വരുന്നത് രോഗിയെ സൗഖ്യമാക്കുവാനല്ല. കൃപാസനം ഇന്ന് രാത്രി കേൾക്കണം. തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ രണ്ടാമത് മടങ്ങി വരും. അതുകൊണ്ട് ഇന്ന് രാത്രി ചങ്കൂറ്റത്തോടെ ഞങ്ങൾക്ക് പറയാം, പോയിട്ട് വരാമെന്ന് പറഞ്ഞ ഏക സത്യദൈവം യേശു ക്രിസ്തു മാത്രം കരമുയർത്തുന്നവർക്കായി. രാത്രി ഇന്നലെയാണ് അതാ പറഞ്ഞത്, പെട്ടകത്തിന്റെ വാതിൽ തുറന്നു കിടക്കുക. സന്തോഷമില്ലല്ലോ? ഇത് കുറ്റിയിടാൻ കാലമായി. ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. നോഹയുടെ പെട്ടകത്തിന്റെ വാതിലടഞ്ഞാൽ പിന്നെ ആർക്കും അതിനകത്ത് കടക്കാൻ പറ്റത്തില്ല.
தாயே தகர்ப்பரே தம்பி தங்கச்சி, இந்த நாள்களில் உலகத்தின் முடிவு கடைசிக்கால செய்திகள் உண்மையான செய்திகள் கேட்டு രക്ഷയിൽ പെട്ടകത്തിൻ വാതിൽ നിനക്ക് വേണ്ടി തുറന്നു കിടക്കുക. ഇന്ന് രാത്രി ഒലിപ്പക്കത്തെങ്കയോ ഇരിക്കുത്. നീ ഒങ്ങ ഓടാതെ, പള്ളിക്കുള്ള ഓടാതെ, പണത്തെ കൊടുക്കാതെ, ഉരുളൽ നടത്താതെ ഇന്ന് രാത്രി വചനം കേട്ടിട്ട് യേശു എൻ്റെ രക്ഷകൻ, യേശു എൻ്റെ കർത്താവ്, അവൻ രാജാതി രാജാവായി മടങ്ങി വരുന്നു. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറയുമെങ്കിൽ താങ്കളുടെ പേര് ജീവപുസ്തകത്തിൽ ചേർക്ക്. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കാൻ എൻ്റെ കാന്തൻ വരാറായി. അപ്പം ഈ യുദ്ധത്തിൽ നിൽക്കണോ, യേശുവിൻ്റെ വരവിൽ പോകണോ? കര ഉയരുന്നില്ലല്ലോ. ഇവിടെ നിന്നാ ഇങ്ങനെ നിന്നാൽ മതി. യേശുവിൻ്റെ വരവക്ക് യാർ പോകണം? കരം എല്ലാവർക്കും പോകണം. സ്വോത്രം. അപ്പം പോകണമെങ്കിൽ എന്ത് വേണം? ഒരു കാര്യം കൂടെ. വെളിനാട്ടിൽ ജോലിക്ക് പോയ ഗൾഫ്, സൗദി, ദുബായ്, ഖത്തർ, കുവൈറ്റ് പോയ ആരെങ്കിലും ഉണ്ടെന്ന് കരമുയർത്തിയാട്ടെ. വെളിനാട്ടിൽ അമ്മാമ്മ കര ഉയർത്തി. സ്വോത്രം. അയ്യോ, ഞാൻ ഇന്നലെ പറഞ്ഞ് നിങ്ങളുടെ ഫോട്ടോ എടുക്കത്തില്ല. സ്വോത്രം, എൻ്റെ ജോലിയല്ല ഇത്. ഒന്നറിയാൻ വേണ്ടിയാ. വെളിനാട്ടിൽ പോയി അമ്മാമ്മ കരമുയർത്തി. വേറെ ബ്രദർ അച്ഛൻ കരമുയർത്തിയാട്ടെ. അപ്പം നിങ്ങൾ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ ചെന്നപ്പോഴേ പറഞ്ഞു, അങ്കിൾ വന്നാട്ടെ, ആൻറ്റി വന്നാട്ടെ, നമുക്ക് ദുബായിക്ക് പോവാം. അങ്ങനെ പറഞ്ഞോ? ഇല്ല. 7 കാര്യം. 1 പാസ്പോർട്ട്, സന്തോഷമില്ലല്ലോ. 2 വിസ, 3 ടിക്കറ്റ്, 4 ബോർഡിംഗ് പാസ്, 5 അവിടുത്തെ എഗ്രിമെന്റ്, 6 പാസ്പോർട്ട് ക്ലിയറൻസ്, 7 മെറ്റൽ ഡിറ്റക്ടർ. കീ കൂക്കു, സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഇത് ഇപ്പൊ ആൻറ്റി ചിരിക്കുന്നു. സ്വോത്രം. ഇപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോ ചിരിക്കുന്നു. അതുപോലെ കർത്തർക്ക് വരവിലെടുക്കപ്പെടണമെങ്കിൽ 7 കാര്യം നടക്കണം. ഇത് താൻ സുവിശേഷ പ്രസംഗം. 1, നീ രക്ഷിക്കപ്പെടണം. ഏത് രക്ഷ? കൈ ഉയർത്തി കർത്താവിനെ ഏമാത്തി കാണിക്കുന്നതല്ല രക്ഷ. ക്രിസ്തു മരിച്ചവരിൽ ആദ്യ പലക്കറ്റെ ഉയർത്തെഴുന്നേറ്റെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റു പറയണം. അതിന്റെ പേരാ രക്ഷ. രക്ഷിക്കപ്പെട്ട നീ എന്താണ്? മാനസാന്തരപ്പെടണം. കയ്യിലിരിക്കുന്ന കൊച്ചുപീടി, ജവാന്, റമ്മ എല്ലാം വലിച്ചെറിഞ്ഞണം. സന്തോഷമില്ലല്ലോ. അതിന്റെ പേരാ മാനസാന്തരം. മാനസാന്തരപ്പെട്ട നീ അനുദപിക്കണം. ധൂർത്തപുത്രൻ പേശുകരുത്. അപ്പാ, നിന്നോടും സ്വർഗത്തോട് ഞാൻ പാപം ചെയ്തു, നിന്റെ മകനെന്ന് വിളിക്കാൻ ഞാൻ യോഗ്യനല്ല. അനുതാപം. അനുദപിച്ച നീ 4ാമത് എന്ത് ചെയ്യണം? മുങ്ങി സ്നാനമേൽക്കണം. തളിയലല്ല, കൊടയിലല്ല. എന്താ സ്നാനം? കൃപാസനത്തിൽ ചേരാനല്ല, ക്രിസ്തുവിനോട് ചേരാനുള്ള നല്ല മനസാക്ഷിക്കാൽ ജ്ഞാനസ്നാനമേൽക്കണം. ജ്ഞാനസ്നാനമേറ്റ നീ എന്ത് ചെയ്യണം? കരമടിച്ച് ദൈവത്തെ ആരാധിക്കണം. ദൈവം ആത്മാവാകുന്നു, ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ആരാധിക്കുന്ന നീ മേശവക്കുള്ള പങ്കാളിയാകണം. തിരുമേശയിൽ 6ാമത്തെ കാര്യം, നീ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. അവനെ നോക്കി സ്വർഗം പറയും, എൻ്റെ കാന്തേ, എൻ്റെ പ്രാവേ, അവരെ ചേർക്കുവാൻ എൻ്റെ കാന്തൻ വരാറായി. இந்த செய்தி കൂട്ടങ്ങൾ ഈ നാളുകളിൽ കേട്ടിട്ട് ഇത് മാതിരി വചനം കേട്ടിട്ട് തീരുമാനമെടുക്കാതെ പോകരുത് മക്കളെ. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാനെന്ന് കണ്ടോട്ടെ. അപ്പാ, അമ്മ കേൾക്കണം. 2 പ്രാവിനെ യാഗപീഠത്തിൽ കൊണ്ടുവരും. പ്രാവിന്റെ കാലുകൾ കൂട്ടിക്കെട്ടും. പുരോഹിതൻ നല്ല പ്രാവെ നോക്കത്, അതിനെന്ത് മാർപതക്കത്തിലെ കത്തിയെടുത്ത് പ്രാവിന്റെ തലയിറക്കും. ആ തല അവന്റെ കർമ്മകാണ്ഡാദികൾ താമ്രത്തൊട്ടി. എല്ലാവരും കേട്ടാട്ടെ. പിറകിൽ നോക്കത്തില്ല. ഉടല് മറിയുമ്പോൾ രക്തം വീണൊരു പ്രാവിരിക്കുന്നു. അവൻ കർമ്മകാണ്ഡാദികൾ ചൊല്ലും. അപ്പച്ചാമ്മച്ചി, യാഗം തീരും. സന്തോഷമായി അവൻ കത്തി കഴുകി താമ്രത്തൊട്ടിയിലെ വെള്ളമെടുത്ത് യാഗപീഠത്തിൽ തളിക്കുമ്പോൾ പുറകോട്ട് തിരിയുമ്പോൾ ഒരു കാഴ്ച. ഒരു പ്രാവിന്റെ ഉടൽ ഇങ്ങനെ തല പോയത് വിറയ്ക്കുക, മറ്റേതിന്റെ പുറത്ത് രക്തം വീണിങ്ങനെ ഇരിക്കുക. അപ്പൊ ആരോ അവന്റെ ഉള്ളിൽ ചോദിക്കുന്ന പോലെ ചോദിക്കുക, എന്തിനാ നിന്റെ യാഗം കഴിഞ്ഞില്ലേ? മാർപ്പതക്കത്തി ഇടാൻ പോയ കത്തിയെടുത്ത് താഴെ കെട്ടിനൊരറ പറക്കും. ഉടല് പോയത് മറിയുമ്പോൾ രക്തം വീണ പ്രാവ് പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും. இந்த നാളുകളിൽ വചനത്തെ കേട്ടിറങ്ങി അപ്പച്ച അമ്മച്ചി, നിങ്ങളുടെ മുഖം ആരും കണ്ടില്ലെങ്കിലും യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചവരുടെ മുഖം കാണാൻ 10,000 പേരിൽ സുന്ദരനായി എൻ്റെ കാന്തൻ വരാറായി. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക.